ഈ സ്റ്റോറേജ് കൂടുന്നതിനനുസരിച്ച് മെമ്മറി കാർഡിന്റെ വലിപ്പത്തിന് മാത്രം എന്താണ് ഒരു മാറ്റവും ഇല്ലാത്തത്? സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അല്ലേ? അതേക്കുറിച്ച് ചെറുതായി ഒന്ന് അറിഞ്ഞാലോ? മെമ്മറി കാർഡിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഫിസിക്കൽ സൈസ് കൂടാത്തതിന്റെ കാരണം സാങ്കേതിക വിദ്യയുടെ പുരോഗതിയും മിനിയേച്ചറൈസേഷനുമാണ്. നാനോ ടെക്നോളജിയെ കുറിച്ച് ആദ്യം പറയാം. 2018 ഹുവാവെ വികസിപ്പിച്ചെടുത്ത ഒരു പ്രൊപ്രൈറ്ററി മെമ്മറി കാർഡ് ഫോർമാറ്റാണ് നാനോ മെമ്മറി. നാനോ മെമ്മറി കാർഡുകൾ നാനോ സിം കാർഡിന്റെ അതേ വലിപ്പത്തിലുള്ളവയാണ്. അതിനാൽ അവ നാനോ സിമ്മുകളുടെ അതേ സ്ലോട്ടുകളിൽ ഉപയോഗിക്കാൻ കഴിയും. ഇവ മൈക്രോ SD കാർഡുകളേക്കാൾ ചെറുതാണ്. മെമ്മറി കാർഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചിപ്പുകൾ നാനോമീറ്റർ തലത്തിൽ ചെറുതാക്കി നിർമ്മിക്കുന്നു. ട്രാൻസിസ്റ്ററുകളുടെയും മെമ്മറി സെല്ലുകളുടെയും വലിപ്പം കുറയ്ക്കുന്നതിലൂടെ ഒരേ വലിപ്പമുള്ള ചിപ്പിൽ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇനി എന്താണ് ഈ ചിപ്പുകൾ? എന്താണ് 3D NAND ഫ്ലാഷ് സാങ്കേതിക വിദ്യ? ഫ്ലാഷ് മെമ്മറി എന്നും ഫ്ലാഷ് സ്റ്റോറേജ് എന്നും അറിയപ്പെടുന്ന ഏറ്റവും പുതിയ തലമുറയാണ് 3D NAND. എന്റർപ്രൈസ് സെർവർ സംഭരണിയിലും, അതായത് വലിയ ബിസിനസ്സുകൾക്കായുള്ള ഡാറ്റ സംഭരണത്തിൽ, നെറ്റ്വർക്കിംഗ് സാങ്കേതിക വിദ്യയിലും, USB ഫ്ലാഷ് ഡ്രൈവുകൾ, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ക്യാമറകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഉപഭോക്തൃ ഉപകരണങ്ങളിലും ഫ്ലാഷ് മെമ്മറി ഉപയോഗിക്കുന്നുണ്ട്. പഴയ 2D അതായത് പ്ലാനർ നാൻഡിന് പകരം ആധുനിക മെമ്മറി കാർഡുകൾ 3D NAND ഉപയോഗിക്കുന്നു. ഇതിൽ മെമ്മറി സെല്ലുകൾ ലംബമായി അടുക്കി വെക്കുന്നു. ഇത് കാർഡിന്റെ ഉപരിതല വിസ്തീർണം കൂട്ടാതെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നാൻഡ് ഫ്ലാഷ് വികസനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം ബിറ്റിനുള്ളിലെ ചിലവ് കുറയ്ക്കുകയും പരമാവധി ചിപ്പ് ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. അതുവഴി ഫ്ലാഷ് മെമ്മറി ഹാർഡ് ഡിസ്കുകൾ പോലുള്ള മാഗ്നറ്റിക് സ്റ്റോറേജ് ഉപകരണങ്ങളുമായി മത്സരിക്കാൻ കഴിയും. വലിയ ഫയലുകൾ പതിവായി അപ്ലോഡ് ചെയ്യുകയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങളിൽ നാൻഡ് ഫ്ലാഷുകൾ ഉപകാരപ്രദമായി മാറി. MP3 പ്ലെയറുകൾ, ഡിജിറ്റൽ ക്യാമറകൾ, USB ഫ്ലാഷ് ഡ്രൈവുകൾ എന്നിവ നാൻഡ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. നാൻഡ് ഫ്ലാഷ് ഡാറ്റയെ ബ്ലോക്കുകളാക്കി സംരക്ഷിക്കുകയും ഡാറ്റ സംഭരണത്തിന് ഇലക്ട്രിക് സർക്യൂട്ടുകളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നാൻഡ് ഫ്ലാഷ് മെമ്മറിയിൽ നിന്നും പവർ വേർതിരിക്കുമ്പോൾ ഒരു മെറ്റൽ ഓക്സിഡൈസ്ഡ് സെമി കണ്ടക്ടർ മെമ്മറി സെല്ലിന് അധിക ചാർജ് നൽകുകയും ഡാറ്റ സൂക്ഷിക്കുകയും ചെയ്യും. സാധാരണയായി ഉപയോഗിക്കുന്ന മെറ്റൽ ഓക്സിഡൈസ്ഡ് സെമി കണ്ടക്ടർ ഒരു ഫ്ലോട്ടിംഗ് ഗേറ്റ് ട്രാൻസിസ്റ്റർ ആണ്, അതായത് FGT. ഈ FGTകൾ നാൻഡ് ലോജിക് ഗേറ്റുകൾക്ക് സമാനമായി ഘടനാപരമാണ്. നാൻഡ് മെമ്മറി സെല്ലുകൾ 2 തരം ഗേറ്റുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്: കൺട്രോൾ ഗേറ്റും ഫ്ലോട്ടിംഗ് ഗേറ്റുകളും. 2 ഗേറ്റുകളും ഡാറ്റയുടെ ഫ്ലോയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ഒരു സെൽ പ്രോഗ്രാം ചെയ്യുന്നതിന് ഒരു വോൾട്ടേജ് ചാർജ് കൺട്രോൾ ഗേറ്റിലേക്ക് അയക്കുന്നു. ഫ്ലാഷ് മെമ്മറി എന്നത് ഇലക്ട്രോണിക്കായി മായ്ക്കാവുന്ന പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ചിപ്പിന്റെ ഒരു പ്രത്യേക തരമാണ്. ഫ്ലാഷ് സർക്യൂട്ട് നിരകളുടെയും വരികളുടെയും ഒരു ഗ്രിഡ് സൃഷ്ടിക്കുന്നു. ഗ്രിഡിന്റെ ഓരോ ജംഗ്ഷനിലും ഒരു നേർത്ത ഓക്സിഡൈസ്ഡ് പാളിയാൽ വേർതിരിച്ച 2 ട്രാൻസിസ്റ്ററുകൾ അടങ്ങിയിരിക്കുന്നു. ഒരു ട്രാൻസിസ്റ്ററിനെ ഫ്ലോട്ടിംഗ് ഗേറ്റ് എന്നും മറ്റൊന്നിനെ കൺട്രോൾ ഗേറ്റ് എന്നും വിളിക്കുന്നു. കൺട്രോൾ ഗേറ്റ് ഫ്ലോട്ടിംഗ് ഗേറ്റിനെ ഗ്രിഡിലെ അതത് വരിയുമായി ബന്ധിപ്പിക്കുന്നു. മറ്റൊന്നാണ് ഡാറ്റ കംപ്രഷൻ. ഒരു കമ്പ്യൂട്ടർ ഫയലിന്റെ വലിപ്പം കുറയ്ക്കുന്നതിനുള്ള പ്രവൃത്തി അല്ലെങ്കിൽ പ്രക്രിയയാണ് ഡാറ്റ കംപ്രഷൻ എന്ന് പറയുന്നത്. ചില മെമ്മറി കാർഡുകളിൽ ഡാറ്റ കംപ്രസ് ചെയ്ത് സംഭരിക്കുന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ഇത് ഫിസിക്കൽ സ്പേസ് കൂടാതെ കൂടുതൽ ഡാറ്റ സേവ് ചെയ്യാൻ അനുവദിക്കുന്നു. ഡാറ്റയെ പ്രതിനിധീകരിക്കാൻ ആവശ്യമായ ബിറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനാണ് ഡാറ്റ കംപ്രഷൻ. ഡാറ്റ കംപ്രസ് ചെയ്യുന്നത് സംഭരണശേഷി ലാഭിക്കാനും ഫയൽ കൈമാറ്റം വേഗത്തിലാക്കാനും സ്റ്റോറേജ് ഹാർഡ്വെയറിനും നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്തിനുമുള്ള ചിലവ് കുറയ്ക്കാനും കഴിയും. കമ്പ്യൂട്ടറുകൾക്ക് ഡാറ്റയുടെ നീണ്ട സ്ട്രിങ്ങുകൾ ചെറുതാക്കാനും പിന്നീട് വീണ്ടെടുക്കുമ്പോൾ തിരിച്ചറിയാവുന്ന രൂപത്തിൽ അവ വീണ്ടും കൂട്ടിച്ചേർക്കാനുമുള്ള വഴികൾ നിർണ്ണയിക്കാനും കഴിയും. യഥാർത്ഥ ഫയലിനേക്കാൾ കുറച്ച് ബിറ്റുകൾ അല്ലെങ്കിൽ വിവര യൂണിറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ഫയലാക്കി മാറ്റുമെന്ന് ഫലം. അടുത്തത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിനെ കുറിച്ചാണ്. മെമ്മറി കാർഡുകൾ ഉപകരണങ്ങളുമായി പൊരുത്തപ്പെടാൻ ഒരു നിശ്ചിത ഫോർമാറ്റിൽ നിർമ്മിക്കപ്പെടുന്നു. സ്റ്റോറേജ് കൂട്ടണമെങ്കിൽ ഫിസിക്കൽ സൈസ് മാറുന്നതിന് പകരം ആന്തരിക ചിപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് നിർമ്മാതാക്കൾ ചെയ്യുന്നത്. ചുരുക്കത്തിൽ മെമ്മറി കാർഡിന്റെ ഫിസിക്കൽ വലിപ്പം മാറ്റാതെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടുന്നത് സാധ്യമാകുന്നത് മൈക്രോ ഇലക്ട്രോണിക്സിലെ ന്യൂനത സാങ്കേതിക വിദ്യയും ഡിസൈൻ മെച്ചപ്പെടുത്തലുകളും കൊണ്ടാണ് എന്ന് സാരം.